നമ്മുടെ SP ദീപക് നടത്തിയിരിക്കുന്നത്. അതായത് വലിയ സമ്മാനങ്ങൾ വാങ്ങിയിരിക്കുന്നു. മുതലാളിമാരുടെ നിന്നാണ് സമ്മാനം വാങ്ങിയത്. പിന്നെ അരിയും പഞ്ചസാരയും ശർക്കരയും നെയ്യും ഒക്കെയാണ് കൊടുത്തത്. അതുള്ളവരെന്നല്ലേ വാങ്ങിക്കാൻ പറ്റുള്ളൂ. കോർപ്പറേഷനിൽ ഇപ്പോൾ നെല്ല് നട്ട് അരി ഉണ്ടാക്കിയിട്ട് ഓണ കിറ്റിന് കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് എവിടെയാണുള്ളത്? നിയമാനുസൃതമായിട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ അത് വാങ്ങും. ദീപക് 5 വർഷത്തൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. സ്വാഭാവികമായിട്ടും കോർപ്പറേഷനിലെ മേയറും ഭരണസമിതി ഞങ്ങളൊക്കെ തന്നെ ഓണാഘോഷിക്കുമ്പോഴേക്കും ഞങ്ങൾക്ക് ഈ കോർപ്പറേഷന് വേണ്ടി പ്രവർത്തിക്കുന്ന 4000 ജീവനക്കാരുണ്ട്, ശുചീകരണ തൊഴിലാളികളുണ്ട്, ഡോഗ് സ്ക്വാഡ് അംഗങ്ങളുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് ഓണാഘോഷിക്കാൻ വേണ്ടി ഞങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ ചെയ്യുന്നു. അങ്ങനെ വാങ്ങാൻ ഞാൻ രാഷ്ട്രീയ പ്രവർത്തനമല്ലേ. അപ്പോൾ മുനിസിപ്പൽ ആക്ടിനകത്തു നിന്നുകൊണ്ടാണ് ഒരു മേയർ പ്രവർത്തിക്കേണ്ടത്. അങ്ങനെ പ്രവർത്തിക്കുന്നുണ്ട്. ഒരു രാഷ്ട്രീയ പ്രവർത്തനം എന്നുള്ള ഇതൊക്കെയല്ലേ മറുപടി എന്ന് പറയുന്നത്. കാരണം ഉരുളയ്ക്കുപ്പേരി പോലുള്ള മറുപടി ലഭിക്കണമെങ്കിൽ അത് മേയർ VV രാജേഷിന്റെ വായിൽ നിന്ന് തന്നെ കിട്ടണമെന്നാണ് കമ്മികൾ എല്ലാവരും ആഗ്രഹിക്കുന്നതെന്ന് എടുത്തു പറയേണ്ടി വരും. അവർ ഓരോന്നങ്ങ് പടച്ചു വിടും. എന്നാൽ അതിന് തക്കതായിട്ടുള്ള മറുപടി മേയർ VV രാജേഷിന്റെ വായിൽ നിന്ന് നല്ല രീതിക്ക് കിട്ടുകയും ചെയ്യും. എന്താ ഇതിനപ്പുറം ഇനി എന്തോ ഇരിക്കുന്നു പറയാനായിട്ട്? അറിയാൻ പറഞ്ഞിട്ട് ചോദിക്കുക, എന്തോ മേയർ അങ്ങനെ ചെയ്തു, മേയർ ഇങ്ങനെ ചെയ്തു, മേയർ അത് വാങ്ങി ഇത് വാങ്ങി. മേയറുടെ മറുപടി ഞാൻ കാത്തിരിക്കുമായിരുന്നു എന്താണ് പറയുന്നതെന്ന് അറിയാനായിട്ട്. എന്തായാലും നല്ല രീതിക്ക് അങ്ങ് കൊടുത്തിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. വാങ്ങിച്ച സാധനങ്ങളും ഇതൊക്കെ മേയർ അവിടെ കൃഷി ചെയ്തുണ്ടാക്കുന്ന അല്ലാന്നുള്ള ആ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, അതിൽ തന്നെ ഉണ്ട് എല്ലാം എന്താണെന്നുള്ളത്. അതോടൊപ്പം തന്നെ 5 കൊല്ലം ഇങ്ങനെ തന്നെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുമെന്ന്. അത് സത്യസന്ധമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഇനി എന്തൊക്കെ മലമറിക്കുന്ന കാര്യങ്ങൾ മേയർ രാജേഷ് ഈ പറയുന്ന കോർപ്പറേഷൻ ചെയ്താലും ഈ 5 കൊല്ലവും കമ്മികൾ അപ്പുറത്ത് നിന്നുകൊണ്ട് ഇതുപോലെ തന്നെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട, അതിൽ ഒരു തർക്കവും വേണ്ട. അതിൽ ഈ പറഞ്ഞ മേയർക്ക് തന്നെ അതിലൊരു തർക്കവും ഇല്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ മേയർ തന്നെ പച്ചയ്ക്ക് ഈ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത്. എന്ത് കഷ്ടമാണെന്ന് നോക്കിയേ. അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഭരണം അപ്രതീക്ഷിതമായിട്ട് കൈവിട്ട് പോയില്ലേ. ഒന്നുമില്ലെങ്കിലും 40-45 കൊല്ലം ഭരിച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥലമല്ലായിരുന്നോ? ഒറ്റയടിക്ക് ജനങ്ങൾ ഇമാതിരി ജനങ്ങൾക്ക് ബോധം വന്നിട്ട് ഇവരെ പിടിച്ചങ്ങ് വെളിയിലാക്കുമെന്ന് അവർ പ്രതീക്ഷയോ? അപ്പോൾ കയ്യിലുണ്ടായിരുന്ന സാമ്രാജ്യം അവരിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയപ്പോഴത്തേക്കുള്ള ഒരു തരത്തിലുള്ള ഒരു എന്താ പറയുക, ഒരു വിരളി പിടിച്ചുള്ള ഒരു സംസാര രീതികളും ആ ഒരു തരത്തിലുള്ള ചെയ്ത്തുകളും ഒക്കെ തന്നെയാണ് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ ഈ പറയുന്ന രീതിയിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളെന്ന് പറയുന്നത്. എന്ത് കഷ്ടമാണെന്ന് പറയാം. എന്ത് കഷ്ടമാണെന്ന് പറയാം. ഈ പറയുന്ന രീതിയിൽ അവിടുത്തെ ജീവനക്കാർക്കും അവിടുത്തെ ജോലിക്കാർക്ക് വേണ്ടിയിട്ട് മേയർ ഒരു കാര്യം ചെയ്യുമ്പോഴത്തേക്കും അതിലും ഓരോന്ന് കുത്തിത്തിരിപ്പുണ്ടാക്കിക്കൊണ്ട് വന്ന് അതിൻ്റെ ഇടയിലും കോലുകുത്തി ഇതാക്കാനായിട്ട് നോക്കുന്നവരുടെ ഒരു അവസ്ഥ എന്താണ് എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ചിന്തിക്കേണ്ടിയിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ ഈ ഇടക്കാലത്തായിട്ട് ഈ മേയർ VV രാജേഷ് ഭരണത്തിൽ കയറിയതിന് ശേഷം ഈ പറയുന്ന രീതിയിൽ സഹാക്കന്മാർ ചെയ്യുന്ന പരിപാടികളെല്ലാം തന്നെ ഉൾട്ടയായിട്ട് അവർക്ക് തന്നെ തിരിച്ചടി ആയിട്ട് ലഭിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം മേയർ VV രാജേഷിനെതിരെ ചെയ്യുന്ന എല്ലാ പരിപാടികളും മേയർ VV രാജേഷിന് നല്ല രീതിയിൽ പ്ലസ് ആയിട്ട് മാറുകയും നേരെ ഉൾട്ടയായിട്ട് തിരിച്ചടിയായിട്ട് മാറുന്നത് കമ്മ്യൂണിസ്റ്റുകാർക്കുമാണ് എന്നുള്ളതാണ് ഇതുവരെയും കണ്ട കാഴ്ചകൾ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവില്ല. കാരണം എല്ലാ അർത്ഥത്തിലും ഈ പറയുന്ന തോതിൽ മേയർ VV രാജേഷ് നല്ല രീതിയിൽ കളി അറിയാവുന്ന വ്യക്തി തന്നെയാണ്. എങ്ങനെ നിൽക്കണം, എവിടെ ഏത് തരത്തിൽ സംസാരിക്കണം, ഏതൊക്കെ ആൾക്കാർക്ക് എങ്ങനെയൊക്കെ മറുപടി കൊടുക്കണമെന്നൊക്കെ നല്ല കൃത്യവും വ്യക്തമായിട്ട് അറിയാവുന്ന ആളും അതോടൊപ്പം തന്നെ ജനങ്ങളെ ഏത് രീതിയിൽ ഒപ്പം നിർത്താം, ജനങ്ങളെ ഏത് രീതിയിൽ കയ്യിലെടുക്കാമെന്ന് അറിയാവുന്ന നല്ല ബെസ്റ്റ് മേയർ തന്നെയാണ് VV രാജേഷ് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അത് ഈ ചുരുങ്ങിയ മാസങ്ങൾ കൊണ്ട് അങ്ങനെ തെളിയിച്ച് സത്യം പറഞ്ഞ കമ്മികളൊക്കെ വിചാരിച്ചിരുന്ന കയറട്ടെ, യവന്മാർ ഭരണത്തിൽ കയറട്ടെ, VV രാജേഷ് അല്ലേ അങ്ങേരെ ഇപ്പോൾ അങ്ങ് എന്ത് ചെയ്യുമോ എന്നുള്ളതൊന്ന് കാണണമല്ല. 2 മാസം കഴിയുമ്പോഴത്തേക്ക് നല്ല രീതിയിലുള്ള ട്രോൾ മെറ്റീരിയലായിട്ട് നമുക്ക് VV രാജേഷിനെ മാറ്റാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു തരത്തിലുള്ള പ്ലാനിലൊക്കെയാണ് ഇരുന്നത് കമ്മ്യൂണിസ്റ്റുകാർ. പക്ഷെ സംഭവിച്ചത് എന്താണ്? നേരെ അങ്ങ് തലതിരിഞ്ഞു പോയി. അതായത് ഈ മേയർ VV രാജേഷ് ഇത്രയ്ക്ക് കയറി കൊമ്പനാവുമെന്ന് BJP-ക്കാർ പോലും പ്രതീക്ഷിച്ചില്ലേ. സത്യസന്ധമായിട്ട് പറയാം. അമ്മാതിരിയുള്ള ഒരു കയറ്റം അല്ലെങ്കിൽ കയറി കളഞ്ഞെന്ന് പറയുന്നത് ചുരുങ്ങിയ മാസം കൊണ്ട് ഇവിടെ പെട്ടതാരാണ്? കമ്മികൾ പെട്ടുപോയി. ഇവർ വിചാരിച്ചാണ് കാര്യങ്ങൾ നടന്നില്ല. ഈ പോക്കാണെങ്കിൽ 5 കൊല്ലമൊന്നല്ല 10 കൊല്ലം കഴിഞ്ഞാലും BJP ഭരണം അവിടെ നിന്ന് എടുത്ത് മാറ്റാൻ പറ്റാത്ത രീതിയിലോട്ട് ഇങ്ങനെ കാര്യങ്ങളാക്കി വയ്ക്കും എന്നുള്ളത് ബോധ്യപ്പെട്ടവന്മാർക്ക്. അപ്പോൾ പിന്നെ എന്ത് ചെയ്യുക? സംഖ്യകളെ ഏത് തരത്തിലും ഏത് വിധേന ഇനി എന്ത് നല്ല കാര്യം ചെയ്താലും സംഖ്യകൾക്കെതിരെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കണം. അവന്മാർ അങ്ങനെ ചെയ്തു, അവന്മാർ ഇങ്ങനെ ചെയ്തു, രാജേഷ് അങ്ങനെ ചെയ്തു, ഇത് ചെയ്തു, മറ്റു ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പൊലപ്പിക്കൊണ്ടിരിക്കണം. ഇതാണ് ഇപ്പോഴത്തെ അവിടുത്തെ ഇടതുപക്ഷത്തിൻ്റെ ഏർപ്പാടെന്ന് പറയുന്നത്. കഷ്ടം തന്നെയാണ്, പറയാതിരിക്കാൻ പറ്റുന്നില്ല. ഇനിയിപ്പോൾ എന്തായാലും രാജേഷിന് അതെല്ലാം എന്താ പറയുക, പുത്തിരിയുള്ള കാര്യങ്ങളൊന്നുമില്ല. 5 കൊല്ലം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും എന്നുള്ളത് രാജേഷിന് നല്ല ബോധ്യമുള്ളൊരു കാര്യമായി മാറിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ഈ പറയുന്ന രീതിയിൽ 5 കൊല്ലവും ഇടതുപക്ഷത്തിൻ്റെ കാര്യം തിരുവനന്തപുരം കോർപ്പറേഷനിൽ എന്തായാലും VV രാജേഷ് എല്ലാ അർത്ഥത്തിലും 8 ആക്കി മടക്കി ഒരു മൂലയ്ക്ക് എത്തുന്ന തരത്തിലുള്ള കാര്യങ്ങൾ മാറ്റും എന്നുള്ളത് വ്യക്തമാണ്.